السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، لا ضد له ولا ند له ولا مثيل. ونشهد أن محمدا عبده ورسوله وحبيبه وخليله، بلغ الرسالة وأدى الأمانة، صلى الله عليه وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. صدق الله العظيم. إنما الأعمال بالنيات وإنما لامرئ ما نوى. فمن كانت هجرته إلى دنيا يصيبها أو إلى امرأة ينكحها فهجرته إلى ما هاجر إليه. صدق رسوله النبي الكريم. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പുണ്യങ്ങൾ സമ്പാദിക്കുന്നതിനു വേണ്ടി നമുക്ക് കനിഞ്ഞരുളിയ മാസമാണ് വിശുദ്ധ റമദാൻ. ആ റമദാനിന്റെ അവസാന ദിനരാത്രങ്ങളിലാണ് നാം നിലയുറപ്പിച്ചിരിക്കുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിലെ അവസാനത്തെ 10 ദിനരാത്രങ്ങളെ കുറിച്ച് ഇത്ഖും മിനന്നാർ, നരകവുമായി ബന്ധപ്പെട്ട ആൾക്കാരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനു വേണ്ടി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്ന ദിനരാത്രങ്ങളാണ്. നരകത്തിന്റെ ഗൗരവം മനസ്സിലാകുമ്പോഴാണ് ആ നരക മോചനത്തിന്റെ പ്രസക്തി നമുക്ക് ബോധ്യപ്പെടുന്നത്. നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചക വചനങ്ങളിലൂടെയും അതിന്റെ ശിക്ഷയും അതിന്റെ കെടുതിയും അതിന്റെ ഭയാനകതയും നന്നായി വർണ്ണിച്ചിട്ടുണ്ട്. ഇതെന്തെങ്കിലും ഒരു സങ്കല്പ കഥയല്ല, യാഥാർത്ഥ്യമായി സംഭവിക്കാൻ വേണ്ടി പോകുന്ന കാര്യമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, നാറുക്കും ഹാദിഹി ലത്തി യൂഖദ് ബിനു ആദം ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. ഇമാം ബുഖാരിയും മുസ്ലിമും തങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ സഹാബിമാരോട് നരകത്തെക്കുറിച്ച് വിവരിക്കുകയാണ്. നാറുക്കും ഹാദിഹി, നിങ്ങളുടെ ഭൗതിക ലോകത്ത് കത്തിക്കുന്ന തീ, യൂഖദ് ബിനു ആദം, മനുഷ്യൻ കത്തിക്കുന്ന തീ, ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം,
നരകത്തിന്റെ 70 അംശങ്ങളിൽപ്പെട്ട ഒരു അംശമാണ്. നരകത്തിന്റെ തീയെ 70ആയി ഭാഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു അംശം, ഒരു ഭാഗം മാത്രമാണ് ദുനിയാവിന്റെ തീ. ഇത് കേട്ടപ്പോ അള്ളാഹുവിന്റെ പ്രവാചകനോട് സഹാബിമാര് ചോദിക്കുകയുണ്ടായി, ഖാലൂ ഇൻ കാനത് ലകാഫിയതൻ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഈ നരകത്തിന്റെ ഒരംശം തന്നെ മതിയാകുമല്ലോ മനുഷ്യനെ ശിക്ഷിക്കാൻ? കാരണം ഭൗതിക ലോകത്ത് തീയിന്റെ കെടുതിയും അതിന്റെ വിനാശവും നമുക്ക് ഓരോരുത്തർക്കും ബോധ്യമുള്ളതാണ്. കൈവച്ചു കഴിഞ്ഞാൽ കൈ കരിഞ്ഞു പോകും, ശരീരം തീയിൽ സ്പർശിച്ചു കഴിഞ്ഞാൽ ശരീരം വെന്തുരുകി പോകും. അപ്പൊ ഈ ദുനിയാവിന്റെ ഒരു തീ തന്നെ ശിക്ഷിക്കാൻ വേണ്ടി നരകത്തിൽ മതിയായതാണല്ലോ, പിന്നെ എന്തിനാണ് 70 ഇരട്ടിയാക്കിയത്? അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഫുദ്ദിലത് അലൈഹ ബിതിസ്അതിൻ ജുസ്ആ കുല്ലുഹുന്ന മിസ്ലു ഹദ്ദിഹാ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, ഈ ഒരു അംശത്തിന്റെ കൂട്ടത്തിൽ 69 അംശം ഭാഗം കൂടി അതിൽ വർദ്ധിപ്പിക്കുകയുണ്ടായി. ഓരോ ഭാഗത്തിനും ഓരോ അംശത്തിനും ദുനിയാവിൽ നാം അനുഭവിക്കുന്ന തീയിന്റെ ചൂടും വിനാശവും ഉണ്ടായിരിക്കും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അറിയിക്കുകയാണ്. നരകത്തിന്റെ ചൂടിന്റെ ഗൗരവം അള്ളാഹു അറിയിക്കുകയാണ് അവന്റെ പ്രവാചകനിലൂടെ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറ്റങ്ങൾ പ്രവർത്തിക്കുന്ന നിഷേധികൾക്കുള്ള ശിക്ഷയെ കുറിച്ച് പറയുന്നിടത്ത്, من يأت ربه مجرما فإن له نار جهنم خالدا فيها. ആരെങ്കിലും കുറ്റങ്ങൾ പാപങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടുക്കൽ എത്തിയാൽ അവന് അനശ്വരമായ നരകീയമായ ശിക്ഷയുണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറയുന്നത്, ഇന്നല്ലാഹ ലഅനൽ കാഫിരീന വഅദ്ദ ലഹും സഈറാ. തീർച്ചയായും അല്ലാഹു നിഷേധികളെ ശപിച്ചിരിക്കുകയാണ്, അവർക്ക് കത്തിജ്വലിക്കുന്ന അഗ്നിയാകുന്ന നരകമുണ്ട്. നരകത്തിന്റെ ചൂട് എത്ര കഠിന കഠോരമായതാണ്. ആ നരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ ഒരു ലോകമാണ്. നാളെ മഹ്ശറിൽ നരകത്തിനെ അല്ലാഹു മനുഷ്യരുടെ സവിധത്തിലേക്ക് കൊണ്ടുവരുന്ന ആ സീനിനെ കുറിച്ച് വിവരിക്കുകയാണ്. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സഹീഹിൽ കൊണ്ടുവരുന്ന ഹദീസാണ്. യുക്താ ബി ജഹന്നമ യൗമഇദിൻ ലഹാ 70000 സിമാമൻ വമഅ കുല്ലി സിമാമിൻ 70000 മലക്കിൻ യജ്റൂനഹാ. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, യുക്താ ബി ജഹന്നമ യൗമഇദിൻ. ഈ ലോകം അന്ത്യം സംഭവിക്കുമ്പോൾ, ഈ ലോകത്തിന് അന്ത്യം സംഭവിക്കുമ്പോൾ മുഴുവൻ മനുഷ്യ സമൂഹത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മഹ്ശറ വൻസഭയിൽ ഒരുമിച്ച് കൂട്ടും. ആ സന്ദർഭത്തിൽ നരകത്തിനെ അല്ലാഹു മനുഷ്യരുടെ സവിധത്തിലേക്ക് കൊണ്ടുവരും. യുക്താ ബി ജഹന്നമ യൗമഇദിൻ ലഹാ 70000 സിമാമിൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, നരകത്തിനെ മനുഷ്യന്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോ ആ നരകത്തിനെ വലിച്ചു കൊണ്ടുവരാൻ വേണ്ടി 70000 ചങ്ങലകൾ ഉണ്ടായിരിക്കും. ചങ്ങല എന്ന് കേൾക്കുമ്പോ നമ്മുടെ നാട്ടിൽ കാണുന്ന ഏതെങ്കിലും ചെറിയ ചങ്ങലയല്ല. ഓരോ ചങ്ങലയെയും വലിച്ചു കൊണ്ടുവരുന്നതിന് 70000 മലക്കുകളെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. ومع كل زمان ومع كل زمام ومع كل زمام 70000 ملك يجرونها. ഓരോ ചങ്ങലയും വലിച്ചു കൊണ്ടുവരാൻ 70000 മലക്കുകളെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. ആ 70000 മലക്കുകൾ ആ ചങ്ങലയെ പിടിച്ചു കൊണ്ടുവന്ന് മനുഷ്യരുടെ സവിധത്തിലേക്ക് വെക്കുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ അറിയിക്കുകയാണ്. ഈ നരകത്തിൽ കഴിക്കാൻ വേണ്ടി നൽകപ്പെടുന്ന ഭക്ഷണത്തിന്റെ അവസ്ഥ എന്താണ്? ഖുർആനിൽ 2 ഭക്ഷണങ്ങൾ പറയുന്നുണ്ട്. സഖൂം, ലരിയ. ഇന്ന ശജറത സഖൂം
طعام الأثيم كالمهل يغلي في البطون كغلي الحميم. അല്ലാഹു പറയുകയാണ്, ഇന്ന ശജറത്തസ്സഖൂം, തീർച്ചയായും സഖൂം വൃക്ഷത്തിന്റെ കായ്കനികൾ, തആമുൽ അസീം, ദുനിയാവിൽ പാപങ്ങൾ പ്രവർത്തിച്ച് നരകത്തിൽ അകപ്പെട്ടു പോയവർക്ക് അന്നമായി നൽകപ്പെടുന്നതാണ്. കൽമുഹ്ലി, ആ കായ്കനികളാണ് എങ്കിൽ ഉരുകിയ ലോഹം പോലെയായിരിക്കും. യഗ്ലി ഫിൽ ബുത്തൂൻ, മനുഷ്യൻ ആർത്തിയോടെ അത് കഴിച്ചു വയറ്റിലെത്തുമ്പോൾ വയറ്റിൽ കിടന്ന് ആ കായ്കനികൾ തിളച്ചു മറിയും. കഗലിയിൽ ഹമീം, ചീനച്ചട്ടിയിൽ പാത്രത്തിൽ വെള്ളം തിളക്കുന്ന പോലെ. നമുക്കറിയാം, വെള്ളം തിളക്കുന്ന ആ വയറിൽ കിടന്ന സഖൂമിന്റെ കായ്കനികൾ അങ്ങനെ ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരിക്കും. കുടല് കരിഞ്ഞു പോകും, ആമാശയം കരിഞ്ഞു പോകും. മനുഷ്യർ എത്ര വലിയ ശിക്ഷയായിരിക്കും അത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സഖൂമിന്റെ ഭീകരമായ അവസ്ഥയെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ലൗ അന്ന ഖത്രതൻ മിനസ്സഖൂമി ഖുദ്റത് അലാ അഹ്ലി ദുനിയാ ലഅഫ്സദത് അലാ അഹ്ലി ദുനിയാ മഅൈശഹും ഫകൈഫ ബിമൻ യകൂനു തഅമഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആ സഖൂം വൃക്ഷത്തിന്റെ കായ്കനികളിൽ നിന്ന് ഒരു തുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കായ്കനികളിൽ നിന്നുള്ള കറയിൽ നിന്ന് ഒരു തുള്ളി ദുനിയാവിൽ അധിവസിക്കുന്നവരുടെ ശരീരത്തിന്റെ മേൽ വർഷിക്കുകയാണ് എങ്കിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ദുനിയാവിലെ മുഴുവൻ മനുഷ്യരുടെയും ജീവിതം താളം തെറ്റിപ്പോകും, കുഴപ്പത്തിലായി പോകും, പ്രശ്നങ്ങളിലായി പോകും, പ്രതിസന്ധികളിലായി പോകും. അപ്പോ ഒരു തുള്ളി സഖൂം കായിന്റെ കറ ഭൂമിയിൽ വർഷിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യന് മാത്രമല്ല, ഇന്ന് ഭൂമിയിൽ 800 കോടി മനുഷ്യർ അധിവസിക്കുന്നു എങ്കിൽ ഈ 800 കോടി മനുഷ്യരുടെയും ശരീരത്തിൽ അതിന്റെ കെടുതിയും വിനാശവും സംഭവിക്കുമെങ്കിൽ ആ സഖൂം അന്നമായി നരകത്തിൽ കഴിക്കുന്ന മനുഷ്യന്റെ അവസ്ഥ എത്ര ഭയാനകരമായിരിക്കും എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുകയാണ്. സ്വർഗത്തിൽ നരകത്തിൽ കഴിക്കാൻ വേണ്ടി നൽകപ്പെടുന്ന അന്നം സഖൂം വൃക്ഷത്തിന്റെ കായ. അല്ലാഹു പറയാ, ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ളരീഅ ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂഅ. ലൈസ ലഹും തആമുൻ, ആ നരകത്തിൽ കഴിക്കാൻ അന്നമില്ല, ഇല്ലാ മിൻ ളരീഅ, എന്ന ഭക്ഷണമല്ലാതെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുള്ളുള്ള കായ്കനി. അത് വായിലേക്ക് വെക്കുമ്പോ വായിന്റെ നാവും വായിന്റെ ഉൾഭാഗമെല്ലാം കീറിപ്പോകും. തൊണ്ടയിലേക്ക് പ്രവേശിക്കുമ്പോ അവിടെയുള്ള ശ്വാസനാളവും അന്നനാളവും കീറിപ്പോകും, കുടൽമാല കീറിപ്പോകും, ഛിന്ന ഭിന്നമായി പോകും. ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ'. ഭൗതിക ലോകത്ത് നമ്മൾ അന്നം കഴിക്കുമ്പോൾ അതിൽ നിന്ന് പോഷണം കിട്ടും, അതിൽ നിന്ന് ശരീരത്തിന് ആരോഗ്യവും പുഷ്ടിയും കിട്ടും. എന്നാൽ ഈ ലരീക വൃക്ഷത്തിൽ നിന്ന് മനുഷ്യൻ കഴിക്കുന്ന മുള്ളുള്ള കായ്കനികളിലൂടെ ശരീരത്തിന് പുഷ്ടി കിട്ടില്ല. വലാ യുഗ്നി മിൻ ജൂ', വിശപ്പിൽ നിന്ന് അത് രക്ഷ നൽകുകയുമില്ല. ഇങ്ങനെയുള്ള ഭക്ഷണമാണ് അല്ലാഹു നരകത്തിൽ നരകവാസിക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ നരകം എന്ന് കേൾക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന സഹാബിമാർക്ക് വല്ലാത്ത ഭയമായിരുന്നു. കാരണം നരകം ഒരു കഥാപ്രസംഗം പോലെ പ്രസംഗിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവരായിരുന്നില്ല. അത് യാഥാർത്ഥ്യത്തോടുകൂടി ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ടിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ഭാര്യ മഹദി ആയിഷ റളിയല്ലാഹു അൻഹാന്റെ അടുക്കൽ വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ കരയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിച്ചു, യാ ആയിഷ മാ യുബ്കീകി, ഏ ആയിഷ എന്താ നിങ്ങളെ കരയിച്ച സംഗതി? മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയുണ്ടായി, ദക്കർതുൻ നാറ ഫബകൈതു,
ഞാൻ നരകത്തിനെ കുറിച്ച് ഓർത്തു, ഞാൻ അറിയാതെ കരഞ്ഞുപോയി. അല്ലാഹുവിന്റെ പ്രവാചകരോട് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ഹൽ തദ്കുറു അഹ്ലീകം യൗമൽ ഖിയാമ. അല്ലാഹുവിന്റെ പ്രവാചകരെ, നാളെ ഖിയാമത്തിന്റെ ദിനത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ഓർക്കോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നാളെ മഹ്ശറിന്റെ മൈതാനിയിൽ 3 സ്ഥലങ്ങളിൽ ആരും ആരെയും ഓർക്കില്ല. അവനവന്റെ കാര്യത്തെ മാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഒന്നാമതായി ഇൻദൽ മീസാൻ, മനുഷ്യന്റെ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിന്റെ അടുക്കൽ വെച്ച് ആരും ആരെയും ഓർക്കില്ല, ആരും ആരെയും പരിഗണിക്കില്ല, ആരും ആരെയും ശ്രദ്ധിക്കില്ല. തന്റെ നന്മയുടെ തുലാസ് ഭാരമുള്ളതാണോ, തന്റെ നന്മയുടെ തുലാസ് ഭാരം കുറഞ്ഞതാണോ എന്ന് മനസ്സിലാകുന്നത് വരെ. രണ്ടാമതായി വഇൻദൽ കിതാബ്, മനുഷ്യന്റെ നന്മ തിന്മകൾ രേഖപ്പെടുത്തിയ ഗ്രന്ഥം അവന്റെ കരങ്ങളിലേക്ക് നൽകപ്പെടുന്ന സന്ദർഭത്തിൽ വലം കൈയിൽ നൽകപ്പെടുമോ ഇടം കൈയിൽ നൽകപ്പെടുമോ എന്ന് ഓർത്തുകൊണ്ട് മനുഷ്യൻ ഭയവിഹ്വലനായിരിക്കും. അതുകൊണ്ട് ആ സന്ദർഭത്തിലും ആരും ആരെയും ശ്രദ്ധിക്കുകയില്ല. മൂന്നാമതായി വഇൻദ സിറാത്തി, സിറാത്ത് പാലത്തിന്റെ അടുക്കൽ, ആ സിറാത്ത് പാലത്തിലൂടെ മിന്നലെറിയുന്ന വേഗത്തിൽ കടന്നു പോകുമോ? ആ സിറാത്ത് നരകത്തിന്റെ മുകളിലൂടെ കെട്ടപ്പെട്ടിരിക്കുന്ന പാലമാണ്. ആ സിറാത്ത് പാലത്തിന്റെ 2 ഭാഗങ്ങളിലും ശക്തമായ കൊളുത്തുകളുണ്ട്. ആ കൊളുത്തുകളിൽ കുടുങ്ങി നരകത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് അപതിച്ചു പോകുമോ, അകപ്പെട്ടു പോകുമോ എന്ന് ഭയന്നുകൊണ്ട് സിറാത്ത് പാലത്തിന്റെ അടുക്കൽ വെച്ചും ആരും ആരെയും ഓർക്കില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ സഹാബിമാരോട് നരകത്തെ സംബന്ധിക്കുന്ന ഒരു ആയത്ത് പാരായണം ചെയ്തു. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. يا أيها الذين آمنوا ഓ സത്യവിശ്വാസികളെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ സ്വശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബക്കാരെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ആ നരകത്തെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനം മനുഷ്യരും കല്ലുകളുമാണ്. പരുഷ പ്രകൃതിക്കാരായ മാലാഖമാരെയായിരിക്കും ആ നരകത്തിന്റെ ചുമതല ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നത്. അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾക്ക് ലവലേശം അവർ എതിര് പ്രവർത്തിക്കില്ല. അവരോട് കൽപ്പിക്കപ്പെട്ടത് കൃത്യമായി പ്രവർത്തിക്കുന്നവരായിരിക്കും ആ മലക്കുകൾ. ഇത് കേട്ടപ്പോ ഒരു പ്രായം ചെന്നയാള് എഴുന്നേറ്റ് ചോദിച്ചു, അല്ലാഹുവിന്റെ പ്രവാചകരെ, നിങ്ങൾ ഈ പറഞ്ഞ മനുഷ്യരെയും കല്ലുകളെയും നരകത്തെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനമായി ഉപയോഗിക്കുമെന്ന് പറഞ്ഞല്ലോ. ഈ നരകത്തിന്റെ കല്ല് ദുനിയാവിന്റെ കല്ല് പോലെ ആയിരിക്കുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, സഖ്റും മിനൻ നാരി അഅലമു വഅസദ്ദു മിനൽ ജിബാലി കുല്ലിഹാ ദുനിയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, നരകത്തിലെ ഒരു കല്ല് അസദ്ദു വഅലമു, അത് വലുതായിരിക്കും, മിൻ ജിബാലി ദുനിയാ കുല്ലിഹാ, ദുനിയാവിലെ മുഴുവൻ പർവ്വതങ്ങളെക്കാൾ വലുതായിരിക്കും നരകത്തിലെ ഒരു കല്ല്. ഏതെങ്കിലും ഒരു പർവ്വതക്കൂട്ടങ്ങളോ പാറക്കൂട്ടങ്ങളോ പർവ്വതങ്ങളോ അല്ല. ഭൂമിയുടെ പുറന്തൊലിക്ക് മുകളിൽ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ, തെക്ക് മുതൽ വടക്കു വരെ വ്യാപിച്ചു കിടക്കുന്ന പ്രവിശാലമായ ഭൂമിയുടെ പുറന്തൊലിക്കുള്ള മുഴുവൻ പർവ്വതങ്ങൾ, ആ മുഴുവൻ പർവ്വതങ്ങളെക്കാൾ വലുതായിരിക്കും നരകത്തിലെ ഒരു കല്ല്. അങ്ങനെയുള്ള കല്ലുകൾ കൊണ്ട് നരകത്തെ കത്തിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഗൗരവം എത്ര ഭയാനകരമാണ്, അതിന്റെ ചൂട് എത്ര ഭയാനകരമാണ്. ഇത് കേട്ടപ്പോ ആ പ്രായം ചെന്ന സഹാബി ബോധരഹിതനായി നിലംപതിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സഹാബിയുടെ നെഞ്ച് തടവി നോക്കിയപ്പോൾ ശ്വാസമുണ്ട്, ആളുടെ ജീവൻ പോയിട്ടില്ല.
നബി തങ്ങൾ പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറ. ആ പ്രായം ചെന്ന സഹാബി പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പോഴത്തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ വേർപിരിഞ്ഞു പോയി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന സഹാബിമാര് ചോദിക്കുകയുണ്ടായി, നമുക്കും ഇതുപോലെയുള്ള സ്വർഗം കിട്ടുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഇദ്ദേഹം സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ സഹാബിമാര് ചോദിച്ചു, ഞങ്ങൾക്ക് ഇതുപോലെ സ്വർഗം കിട്ടും? നബി തങ്ങൾ ഓതി ദാലിക ലിമൻ ഖാഫ മഖാമി വഖാഫ വഈദ്. ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗീയ അനുഗ്രഹത്തിലേക്ക് എത്തുന്നത് ലിമൻ ഖാഫ മഖാമി, എന്റെ സ്ഥാനങ്ങളെ ഭയക്കുന്നവർക്കാണ്. വഖാഫ വഈദ്, എന്റെ താക്കീതുകൾ ഭയക്കുന്നവർക്കാണ്. ഈ സഹാബി നരകം എന്ന ഒരു വഈദ് താക്കീത് കേട്ടപ്പോ ഭയവിഹ്വലനായി ബോധരഹിതനായ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ജീവൻ പിരിഞ്ഞു പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ സഹാബിക്ക് ഞാൻ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ചത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ അറിയിക്കുകയാണ്. സഹാബാക്കളായ മഹാരഥന്മാരുടെ മുന്നിൽ നരകം ഒരു സങ്കല്പമായിരുന്നില്ല, നരകം ഒരു യാഥാർത്ഥ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരവരുടെ ജീവിതത്തെ പാപത്തിൽ നിന്ന് പരിശുദ്ധമാക്കി. കാരണം പാപങ്ങൾ പ്രവർത്തിക്കുന്നയാൾ നരകത്തിൽ അകപ്പെട്ടു പോകും. ഏതെല്ലാം പാപങ്ങൾ കൊണ്ടാണ് നരകത്തിൽ അകപ്പെട്ടു പോകുന്നത്? ശിർക്കിലൂടെയും കുഫ്റിലൂടെയും മനുഷ്യൻ നരകത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് അകപ്പെട്ടു പോകും. ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നമ വഅൻതും ലഹാ വാരിദൂൻ. ലൗ കാന ഹൗലാഹി ആലിഹതൻ മാ വറദൂഹാ വകുല്ലുൻ ഫീഹാ ഖാലിദൂൻ. ലഹു ഫീഹാ സഫീറുൻ വഹും ഫീഹാ ലാ യസ്മഊൻ. ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹ്, നിങ്ങളും നിങ്ങൾ അല്ലാഹു അല്ലാതെ ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ, കല്ല് കൊണ്ടും മരങ്ങൾ കൊണ്ടും വൃക്ഷങ്ങൾ കൊണ്ടും നിർമ്മിച്ചിരുന്ന പ്രതിഷ്ഠകൾ, ഹസബു ജഹന്നം, നരകത്തെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനമായി പോകും. വഅൻതും ലഹാ വാരിദൂൻ, നിങ്ങളൊക്കെ ആ നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും. ലൗ കാന ഹൗലാഇ ആലിഹതൻ, നിങ്ങൾ ഈ ആരാധിച്ചു കൊണ്ടിരുന്ന വിഗ്രഹങ്ങൾ കല്ലുകൊണ്ടും വൃക്ഷങ്ങൾ കൊണ്ടും കൊത്തിയുണ്ടാക്കിയ പ്രതിഷ്ഠകളും വിഗ്രഹങ്ങളും ഇലാഹുകളായിരുന്നു എങ്കിൽ മാ വറദൂഹാ, അവരാരും നരകത്തിൽ പ്രവേശിക്കേണ്ടി വരില്ലായിരുന്നു. വകുല്ലുൻ ഫീഹാ ഖാലിദൂൻ, അവരെല്ലാവരും നരകത്തിൽ അനശ്വരമായി കഴിയേണ്ടി വരും. ലഹു ഫീഹാ സഫീറുൻ, അവിടെ അവർക്ക് ഇരമ്പലുണ്ടായിരിക്കും, തേങ്ങലുണ്ടായിരിക്കും. ആ തേങ്ങലിന്റെ ശബ്ദം ആ നരകത്തിലുള്ള മറ്റുള്ളവര് കേൾക്കില്ല. എന്തുകൊണ്ടാ? ഓരോരുത്തരും അങ്ങേയറ്റം ഭയവിഹ്വലമായ അവസ്ഥയിലായതുകൊണ്ട് അടുത്ത് കടന്ന് നിലവിളിക്കുന്നവന്റെ നിലവിളി ശബ്ദം പോലും കേൾക്കില്ല. ആ കരച്ചിലിന്റെയും നിലവിളിയുടെയും തേങ്ങൽ ശബ്ദം അടുത്ത് ഉള്ളവർ വരെയും കേൾക്കില്ല. ശിർക്ക് പ്രവർത്തിക്കുന്ന ആൾക്കാര്, കുഫ്ർ പ്രവർത്തിക്കുന്ന ആൾക്കാര് എന്നും നരകത്തിലായിരിക്കും. നമസ്കാരം ഉപേക്ഷിക്കുന്ന ആൾക്കാര് നരകത്തിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ കിടക്കുന്ന ഒരു ഭാഗം ആൾക്കാര് നരകത്തിലെ സഖർ എന്ന് പറയുന്ന മലഞ്ചെരുവിൽ കിടക്കുന്ന ആൾക്കാരോട് ചോദിക്കും, മാ സലകകും ഫീ സഖർ, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടുകത്തിൽ ഉണ്ടായിരുന്നവരായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിരുന്നവരായിരുന്നു, നമ്മുടെ കുടുംബക്കാരായിരുന്നു, നമ്മുടെ അയൽവാസികളായിരുന്നു, നമ്മുടെ കൂട്ടുകാരായിരുന്നു, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ സഖർ എന്ന് പറയുന്ന നരകത്തിന്റെ ഈ വാദിയിൽ, ഈ മലഞ്ചെരുവിൽ അകപ്പെട്ടു പോയത്? അപ്പൊ അവര് പറയും, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ വകുന്നാ
وكنا نكذب بيوم الدين حتى أتانا اليقين قالوا അവർ പറയും ലം നകു മിനൽ മുസല്ലീൻ നമ്മൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. നിങ്ങൾ 5 നേരം പള്ളിയിൽ പോയി നിസ്കരിക്കുന്നവരായിരുന്നു. നിങ്ങൾ ഞങ്ങളോട് നിസ്കാരത്തെ കൊണ്ട് ഉപദേശിച്ചപ്പോൾ ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല. രണ്ടാമത് പറയും വലം നകു തുഇമുൽ മിസ്കീൻ നമ്മൾ ഒരിക്കലും അന്നം നൽകുന്നവരായിരുന്നില്ല. അഗതികൾക്ക്, അന്നത്തിന് വകയില്ലാത്തവർക്ക് അന്നത്തിന്റെ ഏർപ്പാടുകൾ ചെയ്യുന്നവരായിരുന്നില്ല. നമ്മൾ സ്വന്തം വയറിന്റെ കാര്യം, ഭാര്യ മക്കളുടെ വയറിന്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചിരുന്നു. കുടുംബത്തിലും നാട്ടിലും എത്രയോ പേര് അന്നത്തിന് വകയില്ലാതെ പട്ടിണി പാവങ്ങളായി കഴിയുകയായിരുന്നു. അവരുടെ വിഷയം ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്നില്ല. وَكُنَّا نَخُوضُ مَعَ الْخَائِضِينَ ആഭാസത്തരങ്ങളിൽ മുഴുകുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളും മുഴുകിക്കഴിഞ്ഞിരുന്നു. ഇന്നൊരു ട്രെൻഡാണ് എൻജോയ്, അടിച്ചു പൊളിച്ച് ജീവിക്കുക. ഇതിന്റെ ഇടയിൽ എന്ത് ഹറാമോ പാപങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാലും അതിനെ ലാഘവത്തോടുകൂടി കാണുന്ന ഒരു പുതിയ യുഗം. അത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചാലും ശരി, മ്യൂസിക് കേട്ടാലും ശരി, അശ്ലീലങ്ങൾ കാണുന്നവരാണെങ്കിലും ശരി, പാപങ്ങൾ പ്രവർത്തിക്കുന്ന ആൾക്കാർ, ആ പാപങ്ങളിൽ മുഴുകിക്കഴിയുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളും അടിച്ചു പൊളിച്ച് ആ പാപങ്ങൾ മുഴുകുകയും. ആഭാസത്തരങ്ങളിൽ പാപങ്ങളിൽ മുഴുകിക്കഴിയുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളും വ്യാപൃതരായിരുന്നു. ഇത് ഹറാമാണ് എന്ന് വ്യക്തമായി അറിയാം. പക്ഷേ കൂട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ പാപം പ്രവർത്തിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ. ആരെങ്കിലും പ്രഭാഷണത്തിലൂടെ, പ്രബോധനത്തിലൂടെ നിനക്ക് പ്രതിഫല ദിവസമുണ്ട്, ആ ദിവസത്തിൽ നിന്റെ ചെയ്തിയുടെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഉപദേശിച്ചു കഴിഞ്ഞാൽ ഒരു പരിഹാസ്യ രൂപയുടെ അവരെ ആക്ഷേപിക്കുമായിരുന്നു. ഇത് സ്വർഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നരകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തമാശ പോലെയാണ്. മുസ്ലിമീങ്ങളായ ന്യൂ ജനറേഷന്റെ വിദ്യാർത്ഥികൾ വരെയും കേൾക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹു കാക്കുമാറാകട്ടെ. നാം പ്രതിഫല ദിവസത്തിനെ കളവാക്കുന്നവരായിരുന്നു. ഇതിന്റെ ഇടയിൽ ഞങ്ങൾ അടുക്കലേക്ക് മരണത്തിന്റെ കരാള ഹസ്തം വന്ന് പിടികൂടി. നമ്മൾ മരണപ്പെട്ടു പോയി. ദിനം പ്രതി നമ്മൾ കാണുകയാണ് യുവാക്കൾ, മധ്യവയസ്കർ, കുട്ടികൾ മരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ലോകത്ത് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ യാഥാർത്ഥ്യങ്ങൾ കാണുന്നതിന്റെ ഇടയിലാണ് നമ്മൾ വിസ്മൃതിയിൽ കഴിഞ്ഞു പോകുന്നത്. നമസ്കരിക്കാത്ത ആൾക്കാർ നരകത്തിലാണ്. പാവങ്ങൾക്ക് അന്നം കൊടുക്കാത്ത ആൾക്കാർ നരകത്തിലാണ്. പാപങ്ങളിലും ആഭാസത്തരങ്ങളിലും വ്യാപൃതരായി കഴിയുന്നവരുടെ കൂട്ടത്തിൽ മുഴുകുന്നവരും നരകത്തിലാണ്. പാരത്രിക ലോകം ഒരു സങ്കല്പമായി കാണുന്നവർ അവരും നരകത്തിലാണ്. ഇങ്ങനെ നരകത്തിലേക്ക് അകപ്പെട്ടു പോകുന്ന ധാരാളം പാപങ്ങളെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അറിയിച്ചിട്ടുണ്ട്. കുടുംബബന്ധം മുറിക്കുന്നവൻ നരകത്തിലായിരിക്കും. പലിശ തിന്നുന്നവൻ നരകത്തിലായിരിക്കും. പലിശ കൊടുക്കുന്നവൻ നരകത്തിലായിരിക്കും. കൈക്കൂലി വാങ്ങുന്നവൻ നരകത്തിലായിരിക്കും. കൈക്കൂലി കൊടുക്കുന്നവൻ നരകത്തിലായിരിക്കും. കൈക്കൂലി കൊടുക്കുന്നവനും കൈക്കൂലി വാങ്ങുന്നവനും നരകത്തിലായിരിക്കും. ഗീബത്തും നമീമത്തും പറയുന്നവർ, മറ്റുള്ളവരെ കുത്തി സംസാരിക്കുന്നവർ, മറ്റുള്ളവരെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുന്നവർ, അവര് നരകത്തിലായിരിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നരകത്തിലേക്ക് പോകുന്ന എന്തെങ്കിലും പാപങ്ങൾ ഉണ്ടോ എന്നതിനെ കുറിച്ച് ചിന്തിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده
كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. ഇന്ന് ലോകത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സമൂഹത്തിന്റെ ഇടയിലുള്ള ഒരു മാരകമായ രോഗമാണ് മറ്റുള്ളവരെ ഇകഴ്ത്തുക, മറ്റുള്ളവരെ കുത്തി സംസാരിക്കുക, മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുക, താൻ നിലകൊള്ളുന്ന വീക്ഷണം ശരിയാണ് എന്ന സങ്കല്പത്തോടും. ഏതെങ്കിലും സംഘടനകൾ അത് വ്യവസ്ഥാപിതമായി സാമ്പത്തിക ഭദ്രതയുണ്ട് എങ്കിൽ, കുറെ ബിൽഡിങ്ങുകൾ ഉണ്ട് എങ്കിൽ തങ്ങൾക്ക് എന്തുമാകാൻ, തങ്ങൾ മാത്രമാണ് ലോകത്തിന്റെ ദീനിന്റെ ആൾക്കാർ എന്ന് അവകാശപ്പെട്ട് ബാക്കിയുള്ള എല്ലാവരെയും ഇടിച്ചു താഴ്ത്തി സംസാരിക്കാൻ. ജനങ്ങളെ കുത്തിപ്പറയുന്നവരും ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നവരും വൈല് എന്ന് പറയുന്ന നരകമുണ്ട്. അവര് മറ്റുള്ളവരെ കുത്തി സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുമ്പോൾ സമ്പത്തിനെ വല്ലാതെ ഒരുമിച്ച് കൂട്ടി അതിനെ എണ്ണി കണക്കാക്കി വെക്കുന്നു. അവരുടെ സമ്പന്നത അവർക്ക് അനശ്വരത നൽകുമെന്ന് അവർ ഭാവിക്കുന്നു. ആ സമ്പത്ത് അവർക്കൊരിക്കലും അനശ്വരത നൽകില്ല. ഭൗതികമായ സംവിധാനങ്ങൾ അവർക്ക് ഒരിക്കലും അനശ്വരത നൽകില്ല. അവരെ ഹുതമ എന്ന് പറയുന്ന നരകത്തിന്റെ തട്ടിലേക്ക് എറിയപ്പെടും. എന്താണ് ഹുതമ എന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ അഗ്നിയാണ്. അത് നെഞ്ചിൽ ഹൃദയങ്ങളിൽ വരെയും ആളിപ്പടരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആ തീയിന്റെ ഉള്ളിൽ തൂണിനാലുള്ള, സ്തൂപത്തിനാലുള്ള വലിയ ഒരു വാദിയാണ്, ചെരുവാണ് ഹുതമ എന്ന് പറഞ്ഞു. ഒരു വിശാലമായ തൂൺ, അതിന്റെ ഉള്ളു പൊള്ളയാണ്, അതിന്റെ ഉള്ളിൽ തീ, എന്നിട്ട് അതിന്റെ മുകളിൽ അടയ്ക്കപ്പെടും. ഈ ഒരു സീനാണ് ഹുതമ എന്ന് പറഞ്ഞു. وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة. ആ ഹുതമയാകുന്ന തീക്കുണ്ടാരത്തിലേക്ക് ഇടപെട്ടതിന്റെ മുകളിൽ അവരെ മൂടിയുണ്ട്, അടയ്ക്കുന്നതാണ്. ഫീ അമദിൻ മുമദ്ദദ, നീട്ടപ്പെട്ട സ്തൂപങ്ങളിൽ അവരാ നരകത്തിന്റെ അഗാധമായ ഗർത്തത്തിൽ അകപ്പെട്ടു. സർവ്വസാധാരണമായി നമ്മൾ പാപമായിട്ട് കാണുന്നത് വ്യഭിചാരം, കള്ളുകുടി, പലിശ. എന്നാൽ മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തി സംസാരിക്കുന്നത്, മറ്റുള്ളവരെ കുത്തി സംസാരിക്കുന്നത്, നമീമത്ത് പറയുന്നത്. നമീമത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് ശത്രുതയുണ്ടാകുന്ന തരത്തിൽ മറ്റൊരാളോട് കാര്യങ്ങൾ അവതരിപ്പിക്കൽ, ഇത് നമീമത്ത് എന്നാ പറയുന്നത്. മറ്റൊരാൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറയുന്നത് ഗീബത്ത് എന്നാ പറയുന്ന പരദൂഷണം. ഇത് വളരെ കൂടുതൽ വ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അനുഗ്രഹീതമായ റമദാനിൽ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ അവന്റെയും ഇവന്റെയും ഒക്കെ മാംസം ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നരകമോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചനം നൽകുക എന്ന് പറഞ്ഞ അതിന്റെ വിവക്ഷ എന്ത് എന്നാ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മളാരിപ്പോ നരകത്തിൽ പോയിട്ടില്ല, ദുനിയാവിലോ. നരകവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തിന്മകൾ, പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല യത്ഖും മിനന്നാർ, നരകമോചനത്തിനു വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ഈ 10 ദിനരാത്രങ്ങളിൽ നമ്മുടെ ദുആ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ ആ പാപങ്ങൾ പിന്നീട് നമ്മൾ പ്രവർത്തിക്കും. നരകത്തിലേക്ക് പോകുന്ന എന്ത് പാപമാണെങ്കിലും ശരി, ആ പാപങ്ങളിൽ നിന്ന് അല്ലാഹു നമുക്ക് പരിശുദ്ധി നൽകും. ഇനി മരണപ്പെട്ട് നരകത്തിൽ അകപ്പെട്ടു പോയ ആൾക്കാരെ, അല്ലാഹു ഉദ്ദേശിക്കുന്ന ആൾക്കാരെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്കൊരു ദുആ പഠിപ്പിച്ചു തരികയുണ്ടായി. അല്ലമനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദിഹിൽ കലിമാത്ത് കമാ യുഅല്ലിമുന സൂറത മിനൽ ഖുർആൻ. അല്ലാഹുവിന്റെ പ്രവാചകൻ നമുക്ക് ഈ പഠിപ്പിച്ചു തന്ന ദുആന്റെ വചനം ഖുർആനിന്റെ ഒരു സൂറത്ത് അധ്യായം പഠിപ്പിക്കുന്നത് പോലെയാ പഠിപ്പിച്ചത്.
വിധങ്ങൾ ഏതുവായി അങ്ങനെ പഠിപ്പിച്ചെന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം വഅഊദു ബിക മിൻ അദാബിൽ ഖബർ വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ. അല്ലാഹുവേ, നിന്നോട് ഞാൻ നരകമോചനത്തിന് ചോദിക്കുന്നു. വഅഊദു ബിക മിൻ അദാബിൽ ഖബർ, നരകത്തിന്റെ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി, മരിച്ചുപോയവരുടെയും ജീവിച്ചിരിക്കുന്നവരുടെയും ഫിത്നകളിൽ നിന്ന്, കുഴപ്പങ്ങളിൽ നിന്ന് ഞാൻ നിന്നോട് കാവൽ തേടുന്നു. വഅഊദു ബിക മിൻ ഫിത്നത്തിൽ മസീഹിദ് ദജ്ജാൽ, ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ആവേശത്തോടുകൂടി നരകമോചനത്തിന് കൂടുതലായി അല്ലാഹു നരകത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണം. നരകവുമായി ബന്ധപ്പെട്ട ഇന്ന പാപങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ആ പാപങ്ങളിൽ നിന്ന് ഞാനിതാ തൗബ ചെയ്യുന്നു. മേലിൽ ആ പാപങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ എനിക്ക് നീ ഉദവി നൽകണം, തൗഫീഖ് നൽകണം. ആവർത്തിച്ച് ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന സഹാബിമാര് പുണ്യങ്ങളുടെയും നന്മകളുടെയും സൽക്കർമ്മങ്ങളുടെയും സുഹൃത്തുക്കളുടെയും പ്രതീകങ്ങളായിരുന്നു. എന്നിട്ട് കൂടി നരകത്തിലേക്ക് അകപ്പെട്ടു പോകുന്ന എന്തെങ്കിലും പാപങ്ങൾ, എന്തെങ്കിലും തിന്മകൾ അവരുടെ ജീവിതത്തിലുണ്ടോ എന്ന് അവർ ചിന്തിക്കുമായിരുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മംലക്കത്തിന്റെ കാലം, അദ്ദേഹം ചക്രവർത്തിയായിരിക്കുന്ന സന്ദർഭത്തിൽ അന്ന് ചക്രവർത്തിമാരാണ് ഖുത്ബയ്ക്ക് നേതൃത്വം നൽകുന്നത്, ഇമാമത്ത് നിൽക്കുന്നത്. കാരണം ഇൽമുള്ളവർക്കാണ് അധികാരം കിട്ടുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു ഒരു ദിവസം മസ്ജിദുൻ നബവിയുടെ മിമ്പറിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് മുഴുവൻ ജനങ്ങളുടെയും മുന്നിൽ ജുമുഅ ദിവസം ഖുത്ബയുടെ ഇടയിൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഇന്നമൽ മാലു മാലുനാ വൽ ഫൈഉ ഫൈഉനാ, തീർച്ചയായും മുസ്ലിമീങ്ങളുടെ പൊതുഭണ്ഡാരത്തിലുള്ള സമ്പത്ത്, മുസ്ലിമീങ്ങളുടെ യുദ്ധാർജിത സ്വത്തിന്റെ അവകാശി ഞാൻ മാത്രമാണ്. ഇത് മുആവിയ റളിയല്ലാഹു അൻഹു പ്രസംഗിക്കുമ്പോൾ അവിടെ നബി തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സഹാബിമാരുണ്ട്, ധാരാളം താബിഈകളുണ്ട്. അവരാരും മറുപടി പറഞ്ഞില്ല. രണ്ടാമത്തെ ജുമുഅ ദിവസവും മിമ്പറിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഖുതുബയുടെ ഇടയിൽ മുആവിയ റളിയല്ലാഹു അൻഹു ഉച്ചസ്ഥലത്തിൽ വിളിച്ചു പറയുകയാണ്, ഇന്നമൽ മാലു മാലുനാ വൽ ഫൈഉ ഫൈഉനാ, മുസ്ലിമീങ്ങളുടെ പൊതുഭണ്ഡാരത്തിലുള്ള സമ്പത്തിന്റെ അധികാരി ഞാനാണ്, മുസ്ലിമീങ്ങളുടെ യുദ്ധാർജിത സ്വത്തിന്റെ അവകാശി ഞാനാണ്, എന്റെ ഇഷ്ടപ്രകാരം ഞാൻ വിനിയോഗിക്കും. രണ്ടാമത്തെ ജുമുഅ ദിവസവും ആരും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ചോദ്യം ചെയ്തില്ല. മൂന്നാമത്തെ ജുമുഅയിലും മിമ്പറിന്റെ മുകളിൽ കയറി ഖുതുബയുടെ ഇടയിൽ മുആവിയ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയാണ്, ഇന്നമൽ മാലു മാലുനാ വൽ ഫൈഉ ഫൈഉനാ, മുസ്ലിമീങ്ങളുടെ മൊത്തം സമ്പത്തിന്റെ അധികാരം എനിക്കാണ്, മുസ്ലിമീങ്ങളുടെ യുദ്ധാർജിത സ്വത്തിന്റെ അവകാശി ഞാനാണ്. ഒരു പ്രായം ചെന്ന കിഴവൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, കല്ല മുആവിയ, നിങ്ങൾ പറഞ്ഞതുപോലെയല്ല കാര്യം. ഇന്നമൽ മാലു മാലുനാ വൽ ഫൈഉ ഫൈഉനാ വമൻ ഹാല ബൈനനാ വബൈനഹു ഹകംനാഹു ഇലല്ലാഹി ബിഅസ്യാഫിനാ. മുആവിയ, നിങ്ങൾ എന്തെങ്കിലും പുലമ്പല്, നിങ്ങൾ എത്ര വലിയ ചക്രവർത്തിയാണ് എങ്കിലും മുസ്ലിമീങ്ങളുടെ പൊതുഭണ്ഡാരത്തിലുള്ള സമ്പത്തിന്റെ അവകാശികൾ ഞങ്ങൾ എല്ലാ മുസ്ലിമീങ്ങളുമാണ്. മുസ്ലിമീങ്ങളുടെ യുദ്ധാർജിത സ്വത്ത് എല്ലാവരിലും വിഹിതം വെക്കേണ്ടതാണ്. അതിനാര് വിൽക്കാതെ നിന്നാലും ശരി, അത് ചക്രവർത്തിയായ മുആവിയയാണെങ്കിലും ശരി, അദ്ദേഹത്തിന് വാളുകൊണ്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യും. എല്ലാവരും ആകാംക്ഷാഭരിതരായ വൃദ്ധനായ മനുഷ്യനിലേക്ക് നോക്കി. ഖുതുബ കഴിഞ്ഞു, നമസ്കാരം കഴിഞ്ഞു. മുആവിയ റളിയല്ലാഹു അൻഹു വൃദ്ധനെ തന്റെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എല്ലാവരും ആകാംക്ഷാഭരിതരായി റൂമിന്റെ വെളിയിൽ കാതോർത്ത് നിൽക്കുകയാണ്. മുആവിയ എന്ത് ശിക്ഷയായിരിക്കും അദ്ദേഹത്തിന് നൽകുന്നത്? കാരണം ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ പ്രചരിച്ചിരുന്നു, മുആവിയ നിലപാടില്ലാതെ ശിക്ഷിക്കുന്നതാണ്. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ ആദരിച്ചുകൊണ്ട് ഒരു കസേരയിൽ ഇരുത്തിയിരിക്കുന്ന രംഗമാണ് അവിടെ തടിച്ചുകൂടിയ ആൾക്കാർ കാണുന്നത്. മുആവിയ റളിയല്ലാഹു അൻഹു ആ വൃദ്ധനായ മനുഷ്യനോട് പറയുകയുണ്ടായി, 3 ആഴ്ച ഒരേ നിലയിൽ ഇങ്ങനെ ഒരു പ്രഭാഷണം നടത്താൻ എന്നെ പ്രേരിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് കേട്ട ഒരു ഹദീസാണ്. സയകൂനു ബഅദി ഖുലഫാ യഖൂലൂൻ വലാ യുറദ്ദു അലൈഹി യതഖാഹമൂന ഫിന്നാർ കമാ തഖാഹമൽ ഖിർദത്തു.
എനിക്ക് ശേഷം ധാരാളം അമീറന്മാരുണ്ടാവും, ധാരാളം ചക്രവർത്തിമാരുണ്ടാകും, ധാരാളം അധികാരത്തിന്റെ ചെങ്കോലുകൾ കയ്യിൽ പിടിച്ചൊതുക്കി നിൽക്കുന്ന ആൾക്കാരുണ്ടാകും. എപ്പോഴും അവരെന്തെങ്കിലും കാര്യങ്ങൾ പറയും, അവരെന്തെങ്കിലും കാര്യങ്ങൾ പ്രഖ്യാപിക്കും. വലാ യുറദ്ദു അലൈഹിം, അവരെ ചോദ്യം ചെയ്യപ്പെടും. അയാൾ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, ഞാൻ എന്തിനാ വെറുതെ ചോദിച്ചിട്ട് വെറുതെ ഇടങ്ങേറാക്കി. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, യതഖാഹമൂന ഫിന്നാർ, അങ്ങനെയുള്ള നേതാക്കന്മാരും ചക്രവർത്തിമാരും അവരുടെ സ്വന്തം ശരീരങ്ങളെ നരകത്തിലേക്ക് വലിച്ചിടുകയാണ്. കുരങ്ങ് ഒരു തട്ടിൽ നിന്ന് മറ്റൊരു തട്ടിലേക്ക്, ഒരു ശിഖരത്തിൽ നിന്ന് മറ്റൊരു ശിഖരത്തിലേക്ക് പൊടുന്തനെ ചാടി ചാടി പോകുന്നത് പോലെ. കുരങ്ങിന്റെ വികൃതി നമ്മൾ കണ്ടോ? ഒരു മച്ചിലേക്ക് പൊടുന്തനെയൊക്കെ ഒരു വൃക്ഷത്തിന്റെ മുകളിൽ, പിന്നെ എന്ത് ചെയ്യുന്നു? ഒരു തട്ടിന്റെ മുകളിൽ. ഇങ്ങനെ പൊടുന്തനെ അവരെ നരകത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് വലിച്ചിടുകയാണ്. ആദ്യത്തെ ആഴ്ച ഞാൻ ഖുതുബയുടെ ഇടയിൽ പ്രഭാഷണം നടത്തിയപ്പോൾ ആരും ചോദ്യം ചെയ്തില്ല, മുആവിയുടെ ഹൃദയത്തിൽ തീനാളം കത്തി ഞാൻ നരകവാസിയാണോ? രണ്ടാമത്തെ ജുമുഅ ദിവസവും ഞാൻ പ്രഭാഷണം നടത്തിയപ്പോഴും ആരും എന്നെ ചോദ്യം ചെയ്തില്ല. ഇസ്ലാമിന് വിരുദ്ധമായ ഒരു കാര്യമാണല്ലോ ഞാൻ പ്രഖ്യാപിച്ചത്. മുആവിയ പറഞ്ഞു, ഇന്നി മിൻ അഹ്ലിൻ നാർ, തീർച്ചയായും മുആവിയ നരകവാസി തന്നെയാണ്, കാരണം ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ്. മൂന്നാമത്തെ ആഴ്ച വൃദ്ധനായി നിങ്ങൾ എന്നോട് ചോദ്യം ചെയ്തപ്പോൾ ഈ മുആവിയയുടെ ഹൃദയത്തിലും പ്രതീക്ഷയുടെ നാമ്പുകൾ മുളയ്ക്കുകയാണ്. മുആവിയയ്ക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധ്യതയുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂട്ടത്തിൽ കഴിഞ്ഞുകൂടിയിരുന്ന സഹാബിമാര്, തഹജ്ജുദ് നമസ്കരിക്കുന്നവർ, കൃത്യമായി ജമാഅത്തായി നമസ്കരിക്കുന്നവർ, വ്രതമനുഷ്ഠിക്കുന്നവർ, സകാത്ത് കൊടുക്കുന്നവർ, ഹജ്ജ് ചെയ്യുന്നവർ, ജീവിതത്തിൽ ഒരു തിന്മകളും ഇല്ലാത്തവർ, എന്നാൽ അവരുടെ ജീവിതത്തിൽ നരകത്തിലേക്ക് അകപ്പെട്ടു പോകുന്ന എന്തെങ്കിലും തിന്മകളുണ്ടോ എന്നവർ പരിശോധിക്കുമായിരുന്നു. നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകുന്ന നന്മകളിൽ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും സ്വർഗം നൽകുമാറാകട്ടെ, നരകത്തിൽ നിന്ന് മോചനം നൽകുമാറാകട്ടെ. അതുകൊണ്ട് അനുഗ്രഹീത റമദാനിൽ ഇത്ഖും മിനന്നാർ, നരകമോചനം അല്ലാഹു പ്രഖ്യാപിക്കുമ്പോ എന്റെ ജീവിതത്തിൽ നരകത്തിലേക്ക് പോകുന്ന എന്തെങ്കിലും പാപങ്ങളുണ്ടോ, ദുർഗുണങ്ങളുണ്ടോ, നമ്മളൊരു മണിക്കൂർ ഒറ്റയ്ക്കിരുന്ന് ചിന്തിക്കണം. കഴിയുമെങ്കിൽ കടലാസത്തിൽ എഴുതണം. എന്നിട്ട് അത് എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗബ ചെയ്ത് നരകമോചനം നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കും. റമദാൻ നമ്മിൽ നിന്ന് അവസാനിക്കാൻ വേണ്ടി പോവുകയാണ്. 23ാമത്തെ നോമ്പാണ്. ഇനിയുള്ള ദിനരാത്രങ്ങൾ നമ്മൾ ആവേശത്തോടുകൂടി പള്ളികളിൽ ഇഅ്തികാഫിലെന്ന് ലൈലത്തുൽ ഖദ്റിനെയൊക്കെ പ്രതീക്ഷിക്കേണ്ടുന്ന ദിനരാത്രങ്ങളാണ്. ഈ സമയത്ത് നമ്മൾ പെരുന്നാളിന്റെ ഡ്രസ്സ് എടുക്കാനും മറ്റുമൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ആവശ്യത്തിന് പോകാമെങ്കിലും കൂടുതൽ സമയം നമ്മൾ പള്ളിയിൽ കഴിഞ്ഞുകൂടും. അടുത്ത വ്യാഴാഴ്ച അഥവാ പിറ കാണുകയാണ് എങ്കിൽ വെള്ളിയാഴ്ചയായിരിക്കും ഈദുൽ ഫിത്ർ വരുന്നത്. ഈദുൽ ഫിത്ർ ആണ് എങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടുന്ന ഒരു അമലാണ് ഫിത്ർ സക്കാത്ത്. അല്ലാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫിത്ർ സക്കാത്തിനെ നിർബന്ധമായി നിശ്ചയിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറള ഫിത്രത സദഖത്തി, അല്ലാഹുവിന്റെ പ്രവാചകൻ ഫിത്ർ സദഖയെ, ഫിത്ർ സക്കാത്തിനെ നിർബന്ധ ബാധ്യതയായി നിശ്ചയിച്ചു. തുഹ്റത്തൽ ലിസാഇമി മിനൽ ലഗ്വി വറഫസ്, നോമ്പുകാരനിൽ നിന്ന് സംസാരത്തിൽ പ്രവൃത്തിയിൽ എന്തെങ്കിലുമൊക്കെ പാളിച്ചകളും പിഴവുകളും സംഭവിച്ചു എങ്കിൽ അതിൽ നിന്ന് പരിശുദ്ധി കിട്ടാൻ വേണ്ടി. വതുഅമത്തൽ ലിൽ മസാകിൻ, അഗതികൾക്ക് ഒരു അന്നമാണ്. ഒമൻ അദ്ദാഹ ഖബില സലാം, അതുകൊണ്ട് നിസ്കാരത്തിന് മുമ്പ് അത് നിർവഹിക്കണം. റമദാൻ 1 മുതൽ ഫിത്ർ സക്കാത്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഈദുൽ ഫിത്റിന്റെ പുറ കണ്ടതിന് ശേഷം ഇനി 30 റമദാൻ ഉണ്ട് എങ്കിൽ 29 കഴിഞ്ഞ് 30 കഴിഞ്ഞ് മഗ്‌രിബ് സൂര്യൻ അസ്തമിച്ചത് മുതൽ കൊടുക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. നമസ്കാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കൊടുത്തു തീർക്കണം. നമസ്കാരം കഴിഞ്ഞ് കൊടുത്തു വീടി കഴിഞ്ഞാൽ ഒമൻ അദ്ദാഹ ബഅദ സലാം ഫഹിയ സദഖത്തുൻ ബിനസ്ബ, ഇത് സാധാരണ ഒരു സദഖയായി പോകും. ഇനി ഏതെങ്കിലും ആൾക്കാർ ദൂരെയാണ് എങ്കിൽ നമ്മൾ നിയ്യത്ത് ചെയ്ത് എടുത്തു മാറ്റി അവരോട് വിളിച്ചു പറഞ്ഞത് ഒരു സ്ഥലത്തേക്ക് മാറ്റി വെക്കണം. പിന്നീട് അന്ന് കഴിഞ്ഞിട്ട് പിന്നീട് പിന്തിക്കുകയാണ് എങ്കിൽ അവൻ കുറ്റക്കാരനും പാപിയുമായിരിക്കും എന്ന് ഫുഖഹാക്കൾ എഴുതിയിട്ടുണ്ട്. വീട്ടിൽ 5 പേരുണ്ട് എങ്കിൽ 5 പേർക്കും ഫിത്ർ സക്കാത്ത് കൊടുക്കും. സൂര്യൻ അസ്തമിച്ചതിന് ശേഷം ഒരു കുട്ടി പ്രസവിക്കപ്പെട്ടു എങ്കിൽ ആ കുട്ടിക്ക് കൊടുക്കണം.
സാധാരണ സാണ് കൊടുക്കേണ്ടത്, 2.5 കിലോയാണ് ഒരാൾക്ക് കൊടുക്കേണ്ടത്. അങ്ങനെ വീട്ടില് 4 പേരുണ്ട് എങ്കിൽ 10 കിലോ അരി നമ്മൾ എന്ത് ചെയ്യണം? പാവങ്ങൾക്ക് നമ്മൾ വിഹിതമായിട്ട് കൊടുക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, സിയാമു റമളാൻ മുഅല്ലഖുൻ ബൈനസ് സമാ ലാ യുർഫഉ ഇല്ലാ ബിസകാത്തിൽ ഫിത്ർ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, റമളാനിലെ നോമ്പ് ആകാശ ഭൂമികളുടെ ഇടയിൽ ഇങ്ങനെ തന്നെ നിർത്തപ്പെടും. അത് സ്വീകരിക്കപ്പെടുന്നത് ഫിത്ർ സക്കാത്തിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഫിത്ർ സക്കാത്ത് കൊടുത്തു വീടും. ഈദുൽ ഫിത്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നോമ്പ് തുറക്കുക, നോമ്പ് മുറിക്കുക എന്നൊക്കെയാണ്. 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം നമ്മൾ നോമ്പ് അനുഷ്ഠിച്ചിട്ട് ആ നോമ്പ് തുറക്കുന്ന ദിവസമാണ് ഈദുൽ ഫിത്ർ. അതുകൊണ്ട് തന്നെ ഈദ്ഗാഹുകളിലേക്ക്, പള്ളിയിലേക്ക് പോകേണ്ടതുണ്ട്. നമ്മൾ എന്തെങ്കിലും ഭക്ഷണം, ഈത്തപ്പഴം ആണെങ്കിലും കുഴപ്പമില്ല, ഒരു ചായയെങ്കിലും കുടിച്ചിട്ട് പോകൽ സുന്നത്താണ്.